സോ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ. അതിന്റെ ഒപ്പം തന്നെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും കൂടി ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. ഓക്കെ, എന്താണ് പറയുന്നത്? എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനും വെൽഫെയറും കൂടി നമ്മൾ എൻഹാൻസ് ചെയ്യണം, മീൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഓർഗനൈസേഷനിൽ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എംപ്ലോയീസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് എനി ബിസിനസ്. ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ബാക്ക് ബോൺ ആരാണ്? എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിനെ ഒരിക്കലും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്തൊരു ആസ്പെക്ട് ആണ് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. എംപ്ലോയീസ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ദ ഇമ്പോർട്ടൻറ്റ് ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് is to enhance the employee satisfaction. എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുക എന്നുള്ളത്. പിന്നെ അവരുടെ വെൽഫെയറും കൂടി. എങ്ങനെയാണ് നമ്മൾ അവരുടെ സാറ്റിസ്ഫാക്ഷനും വെൽഫെയറും കൂട്ടുക? ബൈ ഗിവിംഗ് ദം ഗുഡ് സാലറീസ് ആൻഡ് വേജസ്. അല്ലെ, നല്ലൊരു സാലറി, നല്ല വേജസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും, ബിസിനസ്സിനോട് അവർക്കൊരു മൊറാൽ ഉണ്ടാവും, അവർക്ക് വീണ്ടും വീണ്ടും ആ ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? നല്ല സാലറി കിട്ടുകയാണെങ്കിൽ, വേജസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്ലസ് അതിന്റെ ഒപ്പം തന്നെ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത്? ഹെൽത്തി ആൻഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻ, ഗുഡ് പെൻഷൻ സ്കീംസ് എക്സെട്ര. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷനും പ്രൊവൈഡ് ചെയ്യുക ഓർഗനൈസേഷൻ. അതേപോലെ എംപ്ലോയ്മെന്റിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ നല്ല പെൻഷൻ സ്കീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് നല്ല പേരും കിട്ടും. ഒപ്പം തന്നെ എല്ലാ എംപ്ലോയീസും ആ ഒരു ഓർഗനൈസേഷന്റെ ഒപ്പം തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെയാണ് ഈ നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്പർ 2 എന്താണ്? എൻഹാൻസ് മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മാനേജ്മെന്റിന്റെ സാറ്റിസ്ഫാക്ഷനും കൂടി ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് പറയണത്? മാനേജേഴ്സ് ആർ ദ പീപ്പിൾ who actually meet all the objectives of the company. Managers ആണ് പീപ്പിൾ എന്തിന്? ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനി മീറ്റ് ചെയ്യാനുള്ളത്. പറഞ്ഞ നമ്മുടെ കമ്പനിക്ക് എന്ത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഉണ്ടാക്കിയാലും അതിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മാനേജേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ നോക്കണം. ഓക്കെ, ദ ഷെയർ ഹോൾഡേഴ്സ് സിംപ്ലി സിറ്റ് ഔട്ട്സൈഡ് ബട്ട് ദ മാനേജേഴ്സ് ക്യാരി ഔട്ട് ദ ബിസിനസ്. ഷെയർ ഹോൾഡേഴ്സ് വെറുതെ ഇരിക്കുകയുള്ളൂ, പക്ഷെ വർക്ക് ചെയ്യുന്നത് ആരാണ്? ബിസിനസ് കൊണ്ടേ നടത്തുന്ന ആൾക്കാർ ആരാണ്? മാനേജേഴ്സ് ആണ്. ഓക്കെ, ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് വാല്യൂ ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? മാനേജേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടും വേണ്ടത് എന്താണ്? നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാനേജേഴ്സിന് നല്ല ഇൻസെന്റീവ് സ്കീംസും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അവരുടെ കരിയർ പ്രോഗ്രഷൻ, ഇതൊക്കെ പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്? നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിക്കുള്ള വെൽബീയിങ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തിനും കൂടി ആവശ്യം എന്നാ പറയുന്നത്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് സൊസൈറ്റിനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം പറയുന്നത്? നമ്മുടെ സൊസൈറ്റി ഉണ്ടെങ്കിൽ ആ ബിസിനസ് അവിടെ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ ആ ബിസിനസ് പ്രവർത്തിച്ചുകൊണ്ട് പോകണമെങ്കിൽ, അവിടെ ആ ഓർഗനൈസേഷന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ ആരുടെ സപ്പോർട്ട് വേണം? സൊസൈറ്റിയുടെ സപ്പോർട്ട് വേണം അല്ലെ? അപ്പോൾ സൊസൈറ്റിനെയും കൂടി കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത് ഓർഗനൈസേഷൻ. അതിനും എന്ത് വേണം? നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മുടെ ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കണം? എ കമ്പനി ഈസ് എ പാർട്ട് ഓഫ് എ സൊസൈറ്റി. കമ്പനി എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് കമ്പനി അല്ലെ? ഇറ്റ് ഈസ് റൂട്ടഡ് ഡീപ്പ് ഇൻ ടു ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുക സ്ഥാപനമാണ് നമ്മുടെ കമ്പനി. ഹെൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കനോട്ട് ഇഗ്നോർ ദ സൊസൈറ്റി. അതുകൊണ്ട് സൊസൈറ്റിനെ ഒരിക്കലും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. സൊസൈറ്റിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് വെറും പ്രോഫിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഒരു ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരെയും കൂടി കൺസിഡർ ചെയ്യണം. അവർക്ക് നന്മ വരുന്ന രീതിയിലായിരിക്കണം ഒരു ഓർഗനൈസേഷൻ അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ് ടു ദ കസ്റ്റമർ. നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യം. കാരണം എന്താ, കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഓൺലി. അപ്പൊ അവർക്ക് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതും എങ്ങനെയാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെയാണ് പോസിബിൾ ആവുന്നത്. നല്ല തരത്തിലുള്ള കൺസ്യൂമബിൾസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടും അതേപോലെ നല്ല സർവീസ് അവർക്ക് കൊടുത്തിട്ടും കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത്, സം കമ്പനീസ് സ്റ്റേറ്റ് ദാറ്റ് their objective is to render quality service to the customers. ചില കമ്പനീസിന്റെ മെയിൻ മോട്ടീവ് തന്നെ എന്തായിരിക്കും, വെറും കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനുള്ള ക്വാളിറ്റി സർവീസ് കൊടുക്കൽ മാത്രമാണ്. ഓക്കെ, ബൈ റെൻഡറിങ് ക്വാളിറ്റി സർവീസസ് ഇറ്റ് ഇസ് പോസിബിൾ ടു ഡിലൈറ്റ് ദ കസ്റ്റമർ. നമ്മൾ ക്വാളിറ്റി സർവീസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഒപ്പം തന്നെ, നമ്മുടെ കമ്പനിയുടെ ഒപ്പം അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ദിസ് വുഡ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ദ എക്സിസ്റ്റിംഗ് കസ്റ്റമർ and create new customer. ഇത് എന്തിനാണ് സഹായിക്കുക, നമ്മളെ സസ്റ്റെയിൻ ദ എക്സിസ്റ്റിംഗ് കസ്റ്റമർ. നമുക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും, പ്ലസ് പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഒരാൾ പറയാണ് ഞാൻ ഇന്ന സാധനമാട്ടോ മേടിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പറഞ്ഞാൽ മറ്റൊരു കസ്റ്റമറും കൂടി എന്തായാലും തീർച്ചയായിട്ടും പോയിട്ട് ആ സാധനം ചോദിച്ചു മേടിക്കും. അപ്പോൾ അത് എന്താണ്, ക്രിയേറ്റ് എ ന്യൂ കസ്റ്റമർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷനിലുള്ള കസ്റ്റമർ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും, ഒപ്പം തന്നെ പുതിയ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്